ഈ യുദ്ധം ഇനി മാസങ്ങളോളം തുടരും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ട് 3-4 ദിവസമേ ആയുള്ളൂ. ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുകയാണ്. ഗസയിൽ മാത്രമല്ല, ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹമാസിൻ്റെ ഓഫീസ്, അതിനു നേരെ ഇസ്രായേൽ നടത്തിയ ശക്തമായ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ ഉപമേധാവി സാലിഹ് അൽ അരൂരി അടക്കം 4 പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസിൻ്റെ പ്രത്യേകമായ യൂണിറ്റുകൾ ലെബനനിലും ഇറാനിലുമൊക്കെ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ള രഹസ്യ വിവരം ഇസ്രായേലിന് ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശക്തമായ ആക്രമണം ഇസ്രായേൽ ലെബനനിൽ നടത്തിയത് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വാദം. ഹമാസിൻ്റെ സായുധ വിഭാഗമായ ഖസം ബ്രിഗേഡിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഈ അരൂരി എന്ന് പറയുന്ന ഹമാസ് നേതാവ്. 15 വർഷം ഇസ്രായേലിലെ ജയിലിൽ ഇയാൾ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. അതിനുശേഷം ലെബനനിൽ കുടിയേറി അവിടെ ഹിസ്ബുള്ളയുമായി ചേർന്ന് പല ഭീകരവാദ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇയാൾ എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസ് നഗരം കേന്ദ്രീകരിച്ച് ബോംബാക്രമണത്തിനൊപ്പം പീരങ്കി ആക്രമണവും ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ പല മേഖലകളിലേക്കും കടന്നു കയറുകയാണ്. ഹമാസ് എന്ന തീവ്രവാദ സംഘത്തെ ഇല്ലായ്മ ചെയ്യും വരെ ഈ യുദ്ധം തുടരും എന്നാണ് ഇസ്രായേലിൻ്റെ വാദം. 24 മണിക്കൂറിൽ 207 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 5 പേരെയും ഇസ്രായേൽ വധിച്ചു. ഈ രീതിയിൽ ആക്രമണം നടക്കുമ്പോൾ സാധാരണക്കാരും സിവിലിയന്മാരുമൊക്കെ കൊല്ലപ്പെടുന്നതിനെ ലോകം മുഴുവൻ അപലപിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അതൊന്നും വകവയ്ക്കാതെ ശക്തമായ ആക്രമണം തുടരുകയാണ്. ഹമാസിനെതിരെയുള്ള ആക്രമണത്തിൻ്റെ ഭാഗമായി നിരവധി ഫലസ്തീൻകാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് ലോകമൊട്ടാകെ ഇസ്രായേലിനെതിരെയുള്ള ഒരു ചിന്താഗതി ഒരു വേള ഉണ്ടായിരുന്നു. ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ പലസ്തീൻകാർ 22,185 ഇത്രയും പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ അനൗദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത്. അതിലുമേറെ പേർ ഒരു വേള കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. മധ്യ ഗാസയിലെ അൽബുറജ്, നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ കനത്ത ഷെല്ലാക്രമണമുണ്ടായി. ഖാൻ യൂനിസിൽ ഹമാസ് നേതാക്കളുടെ ഒളിത്താവളമായ തുരങ്കങ്ങൾ, ആ തുരങ്ക മേഖലയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. ഹമാസിൻ്റെ 12 റെജിമെൻറ്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട 12 റെജിമെൻറ്റുകളെ ഇല്ലാതാക്കിയെന്നും ഇസ്രായേൽ സൈന്യം IDF അവകാശപ്പെടുന്നുണ്ട്. പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ ഖാൻ യൂനിസിലെ ആസ്ഥാനത്തുണ്ടായ ബോംബാക്രമണത്തിൽ ആണ് 5 പേർ കൊല്ലപ്പെട്ടത്. ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പലായനം ചെയ്തെത്തിയ 100 കണക്കിന് ആളുകൾ ഇവിടെയാണ് അഭയം തേടിയിരുന്നത്. ആക്രമണത്തിൻ്റെ 89-ാം ദിവസവും തങ്ങളുടെ പോരാളികളുടെ വീര്യം ചോർന്നിട്ടില്ല എന്നാണ് ഹമാസ് പ്രസ്താവിക്കുന്നത്. ഹമാസ് പല രീതിയിൽ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയും ഇസ്രായേലിനെ തിരിച്ചാക്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ യുദ്ധം തുടരണം എന്ന് തന്നെയാണ് ഹമാസും ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ ഇസ്രായേലിനെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ, ലോകത്തിന് മുന്നിൽ ചിത്രീകരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതായത് മാനസികമായും ബൗദ്ധികമായും ഒക്കെ തന്നെ ഇസ്രായേലിനെ തളർത്താനും ആ രീതിയിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാനുമൊക്കെയാണ് ഹമാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ആക്രമണവും നടക്കുന്നുണ്ട്. ഇസ്രായേൽ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. പ്രത്യേകിച്ചും ബെയ്റൂട്ട് മേഖലയിലും അതുപോലെ തന്നെ ഹമാസിൻ്റെ മധ്യ ഗാസ മേഖലയിലുമൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ശക്തമായി തുടരുകയാണ് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.